56 വർഷം ആനയുടെ കൂടെ, ധാരാളം ആനയുടെ കൂടെ, അത് ഇടയുന്ന ആനയുണ്ടാവും, സൗമ്യനായിട്ടുള്ള ആനകളുണ്ടാവും, നാടൻ ആന, ഇങ്ങനെ പല തരത്തിലുള്ള ആനകളോടൊപ്പം 56 വർഷം ആനയോടൊപ്പം സഹകരിച്ച കൃഷ്ണൻകുട്ടി ആശാനാണ് നിൽക്കുന്നത്. ഇദ്ദേഹം ആനപ്പാപ്പാനാണ്. ഇദ്ദേഹം വളരെ ചരിത്രമുള്ള ഒരു ആനപ്പാപ്പാനാണ്. കാര്യം ഒരുപാട് ആനയോടൊപ്പം സഹകരിച്ച ഒരാളാണ്. ഇദ്ദേഹം ആനകളെ പറ്റി കുറെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാൽ എന്താ? അതെ, ആദ്യം പാട്ടൊന്നും രണ്ടാമത്തെ പോകും. അത് ഏത് പാട്ടായിരിക്കും നമുക്ക് ഓർമ്മ? സൂനഗണനാഥൻ ആനന്ദമോള് ബന്ധുവാകണമീ കവിതയ്ക്ക് കീർത്തികേഴും തെങ്ങണാദേശം മാടപ്പിള്ളിൽ ഭാസ്കരക്കൂറുപ്പുതൻ വകയാൽ ഗോപാലനാന ചെയ്ത വൃത്താന്തങ്ങളോതിടാം. നീരുപൊട്ടിയൊഴുകി നിന്നിടും ആനയ്ക്കു ബോധം ദേശമില്ല ഗമിച്ചിടും നയ്യോ. ആന തന്നെ ആനക്കാരെ നാം ചെല്ലപ്പൻ പിള്ള കാലുപൊക്കി കയറിടും നേരം കാലദൂതൻ വന്നു നിൽക്കുന്നു ബാപ്പാനുടനെ കാലുതെറ്റി മുൻപി വീഴുന്നു. ബോധമില്ലാതെ ഗജമതു കുത്തി രണ്ടു കിറക്കിടുന്നു. 6 വഴി നീന്തിയവൻ 3 മൈൽ പോയി പന്നൈക്കടവീനടുത്തു മാറ്റിൽ തന്നെ നിന്നു. 2 കര തന്നിലുമായി ജന്തുജനക്കൂട്ടം മാരി ചൊരിയുന്ന പോലെ ഏറുശരവർഷം ചട്ടജിടം നോക്കി ചിലർ കണ്ണുനീർ ചൊരിഞ്ഞു. പട്ടിണിക്കാർ പട്ടാളക്കാർ പട്ടന്മാരുമുണ്ട്. ഭാനുഭവാനിയും ഭാരതിയും നല്ല ജാനുവും ജാനകി അംബുജാക്ഷി തങ്കമ്മ ഓമന നളിനാക്ഷി വനയാക്ഷി നളിനി സരോജനി സാവത്രിയും ഇത്തരം നാരിമാരൊത്തൊരുമിച്ചങ്ങു ശാസ്ത്ര നട മുൻകടവിലായി. ആനന്ദമോടവർ നീരാടി നിൽക്കുമ്പോഴയ്യോ എന്നൊരു ഒച്ച കേട്ടു. ആന വീരണ്ട വിവരമറിഞ്ഞിവർ നാനാ വഴിക്കും ഗമിച്ചിടുന്നു. കിട്ടിയ ഓടിയും ഇട്ടുകൊണ്ടോടിയ നാരിമാരോടി മലർന്നു വീണു. മുട്ടുപൊട്ടിയതും കള്ളമല്ല കാലു കൊട്ടൊടി പോലെ കനത്തുപോലും. തോണിയിൽ ചെന്നങ്ങിടിച്ചൊരു നാരിയുടെ മോണമുറിഞ്ഞതും കള്ളമല്ല. കുട്ടിയെ ഏന്തി വരുന്നൊരു നാരിയുടെ കെട്ടഴിഞ്ഞു മുടി ചുറ്റുപാടും. ആറ്റിൻകരയ്ക്കങ്ങു കേറിയ നാരിയുടെ ആടവറിഞ്ഞങ്ങു ദൂരെ വീണു. നാണപ്പൻ നായരു കണ്ടു ചിരിക്കുന്നു. നാരി നാണിച്ചു മറിഞ്ഞു വീണു. പാവപ്പെട്ടുള്ളൊരു വാപ്പച്ചമ്മ പിള പാടം വഴിക്കങ്ങു മണ്ടിടുന്നു. ദീക്ഷ വളർത്തിയ സന്യാസിയോടുന്നു. എന്തൊരു വിപ്ലവമാണിവിടെ. തെങ്ങുതള്ളി മറിച്ചിടും നെയ്യോ. കരിവരണം കെട്ടിടത്തിൻ ഭിത്തി തള്ളുന്നു. പഞ്ഞി പോലെ നരച്ച കിഴവികളും കുഞ്ഞുങ്ങളും കൂട്ടമോട നിലവിളി കൂട്ടി. ഓലക്കുട ഏന്തിയ കണിയരങ്ങോളിച്ചു. കോഴിക്കൂടിനുള്ളിലേക്ക് ഒളിച്ചിരുന്നു കഷ്ടം. 6 വഴി നീന്തിയവൻ 3 മൈൽ പോയി പന്നൈക്കടവീനടുത്തു മാറ്റിൽ തന്നെ നിന്നു. 2 കര തന്നിലുമായി ജന്തുജനക്കൂട്ടം മാരി ചൊരിയുന്ന പോലെ ഏറുശരവർഷം. വളരെ മനോഹരമായിട്ട് ആ പാട്ട് പാടി. അല്ല, ഇത് എല്ലാ പാപ്പന്മാർക്കും കിട്ടിയിട്ടുള്ളതല്ല. ഇതല്ല 44 കൊല്ലം കയറിയ 44ാമത്തെ കൊല്ലം വിയ്യവരത്തിട്ട് കൊന്നതാ പാപ്പാനെ. 44 കൊല്ലം അയാൾ ആ ആന കയറിയ ആളാ. എന്നിട്ടും ആന 44ാമത്തെ കൊല്ലം അയാൾ ആനയ്ക്ക് നീരാ മതമ്പാട് നിൽക്കും. ആന കയറാൻ ചെല്ലുമ്പോഴൊക്കെ ആന കൈകൊണ്ട് തള്ളി മാറ്റും. പക്ഷേ പിന്നെ ഇയാൾ കയറി ചെന്നു. ഇയാൾക്ക് വെള്ളമായിരുന്നു. എന്നിട്ട് കുത്തിയെടുത്ത് എറിഞ്ഞ് ചെളിക്കകത്ത് പൂന്തി ആറ്റി ചാടിയെന്നും പറഞ്ഞ് 6 വഴി ആന കൂര്യത്തുകടവ് വരെ വന്നു. കൂര്യത്തുകടവ് വരാൻ ഈ ശവം തപ്പി വന്നു. അതാ കഥ. അങ്ങനെ ഒത്തിരി കഥകളുണ്ട് ഇങ്ങനെ ആനയുടെ ഫീൽഡിലെ അല്ലേ? ഒരുപാട് കഥകളുണ്ട്. ധാരാളം കഥകളും ഒക്കെ ആയിട്ട് ഞാൻ ഇടമലയാറ്, ചോറയാറ്, വണ്ടിപ്പെരിയാറ് ഈ റൂട്ടിലെല്ലാം ഞാൻ പണിതാ. പുല്ലാഞ്ഞിച്ചോട്, അപ്പൂപ്പൻതോട്, കാട്ടാത്തിപ്പാറ, അള്ളിങ്കത്തോട് ഈ സ്ഥലത്തെല്ലാം ഞാൻ പോയി പണിതാ. ഈ സ്ഥലത്തെല്ലാം പോയ കാലമായത്. ഇപ്പം സ്മാർട്ട് പെൻ സഫാരിയുടെ ഒരു രസകരമായൊരു വീഡിയോ ഇന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഈ പാട്ട് 56 വർഷം ആനയോടൊപ്പം സഞ്ചരിച്ച
കൃഷ്ണൻകുട്ടി ആശാൻ്റെ ഏറ്റവും വളരെ അറിവുകളും അനുഭവങ്ങളുമാണ് ഈ ഒരു പാട്ട്. അപ്പം നമുക്ക് ഇദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും, ആയുസ്സും ആരോഗ്യത്തിലൂടെ ഇനിയും നീണ്ട ഒരു കാലങ്ങൾ ജീവിക്കാൻ ഈശ്വരൻ അനുവദിക്കട്ടെ. ഇനിയിപ്പോൾ ആന കച്ചവടത്തിനൊക്കെ പോകും ഞാൻ രഹസ്യമായിട്ട്. ഇനിയിപ്പോൾ ആന കയറാനൊന്നും വിടത്തില്ല വീട്ടുകാരല്ലേ? ഇല്ല. ഇപ്പം പോകണമെങ്കിൽ വീട്ടുകാരറിയാതെ പതൊക്കെ പോകണം. പണ്ട് കൊച്ചുകാലത്ത് ഒളിച്ചോടി പോയ പോലൊക്കെ പോകേണ്ടി വരും അല്ലേ? വരും. പട്ടിണി കയറും ബുദ്ധിമുട്ടൊന്നുമില്ല, അവരെന്നെ അതുപോലെ അന്വേഷിക്കുന്നു. അതല്ലേ വലിയൊരു കാര്യമല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മക്കള് പൊന്നുപോലെ നോക്കുന്നില്ല. ഒരുപാട് മനസ്സിലായത് എന്താ പറയുക, ഈ മാതാപിതാക്കളെ വെറും നികൃഷ്ടമായ രീതിയിൽ മക്കൾ കാണിക്കും. പക്ഷെ ഇതെനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് ആനച്ചോറ് കൊലച്ചോറ് എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ചോറാണ് അച്ഛൻ കൊണ്ട് തന്നതെന്നുള്ള ഒരു ബോധം അവർക്കുള്ളതുകൊണ്ടാണ് അവർ പൊന്നുപോലെ നോക്കുന്നത്. അതെ അതെ. അപ്പം അങ്ങനെ ആ തിരിച്ചറിവുള്ള മക്കളെ കിട്ടിയില്ലേ? അതെ, അതിൽ വലിയൊരു ഭാഗ്യമല്ലേ? അതൊരു ഭാഗ്യം. ഇവനെ പ്രസവിക്കുന്ന അന്ന് എനിക്കൊരു ആനയെ കിട്ടി. ഓ ശരി. ഇവനെ പ്രസവിക്കാനായിട്ട് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പൈസയൊന്നുമില്ല. പെണ്ണുമ്പിള്ള ഗർഭിണിയായിട്ടിരിക്കുക. അപ്പം ആശുപത്രിയിൽ പോകാനായിട്ടിരിക്കുമ്പോൾ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് ഒരാൾ സൈക്കിളിൽ വരുന്നു. അപ്പം ബാലുവാനോട് ഉടമസ്ഥനാണ് വരുന്നത്. ബാലുവാനോട് ഉടമസ്ഥൻ വന്നിട്ട് പറഞ്ഞിട്ട് ആന അഞ്ചല് മറവഞ്ചിറ നിൽക്കുക, ആന കാട്ടി നിൽക്കുക, നീ പോയി ആനയെ എടുത്ത് പോകണമെന്ന് പറഞ്ഞ് എനിക്ക് ആൾ വന്നു. അപ്പോൾ കാട്ടി വിട്ടേക്കും ആനയെ. ഒരു കൊല്ലമായി ഞാൻ ആന എടുത്ത് ചെന്നിട്ട്. ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ കാട്ടി വിട്ടേക്കുന്ന ആനയെ പോയി അടിച്ചു കൊണ്ടുവന്ന് പിന്നെ ഞാൻ അതിനെ പണിതു.